സത്യം പറയല്ലോ, ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷനും ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണാന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയോ അറിയുകയോ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. സംഭവം മോള് പറഞ്ഞ കറക്റ്റാ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മദ്രസത്തെ ഒരു പഠിപ്പ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. ഒരു സ്ത്രീകളെ കെട്ടിയിടുന്ന പോലെയാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മോള് പറഞ്ഞത് കറക്റ്റാണ്. കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്നത് തലമറക്കണം. മോളിപ്പോൾ തലമറച്ചിട്ടില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവൾക്ക് ഏത് ക്യാമറിന്റെ മുന്നിലും ആരെ സുഖിപ്പിക്കാനും എന്തും പറയാനില്ല ലൈസൻസ് അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം മദ്രസയിൽ പഠിക്കുന്നത് അത് ഓർത്തിട്ട് അവൾക്ക് ദേഷ്യമാണ്. തലമറക്കണം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, പെണ്ണായി കഴിഞ്ഞാൽ മുഖം മറക്കണം. മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. പിന്നെ ഔറത്ത് നല്ല വസ്ത്രം ധരിക്കണം. ഔറത്ത് മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനെ ബഹുമാനിക്കണം. കുട്ടികളെ ആദരിക്കണം. വലിയവരെ ബഹുമാനിക്കണം. ഇതൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. പിന്നെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ സഹായിക്കണം. നമ്മൾ വയറ് നിറച്ച് കഴിക്കരുത്. സുഹൃത്ത് അല്ലെങ്കിൽ അനിയനെ മറ്റുകളോ കുടുങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. നമ്മളെ ജോലിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സ്വതക്ക ചെയ്യണം. നല്ല കാര്യങ്ങളെ മദ്രസയിൽ വാളെടുക്കാനും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അത് മോള് 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മോള് പഠിച്ചു വരുന്നുള്ളൂ. മറ്റേ 5, 10 വരെ പഠിച്ചിട്ടില്ല. 6ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴത്തേനാണ് ഇത്ര കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. തല മറക്കണം, മുഖം മറക്കണം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ചെറിയവരെ ആദരിക്കണം, വലിയവരെ ബഹുമാനിക്കണം, വലിയവരെ കയറി വരുമ്പോൾ എണീക്കണം. അത് ഇന്ന ആള് എന്നല്ല, മന്ത്രി ഇന്ന ഒന്നല്ല, വയസ്സ് മൂത്തതാണോ അത് എണീക്കണം. ഇങ്ങനെയൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. മോള് പറഞ്ഞ് കെട്ടിട്ട പോലെയാണ്. ഇപ്പൊ സൗദി അറേബ്യയിൽ മദ്രസ തന്നെയാണ്. 1ാം ക്ലാസ് തൊട്ട് ഖുർആനും കാര്യങ്ങളും ഇതേ അദബുകളാണ് പഠിപ്പിച്ചു വരുന്നത്. ഈ മോള് മുലകുടി നിർത്തി അന്ന് തൊട്ട് ഇതുവരെ കറങ്ങി, ഇത്രയും കാലത്ത് കറങ്ങിയത് ഞാൻ ആരെ കൂടെ എങ്ങനെ കറങ്ങി എന്നല്ല, ഇത് ഇവര് 2 മാസം മദ്രസ പൂട്ടുമ്പോൾ തന്നെ ഇവര് കറങ്ങും. ഇവര് സാഫറോ ഇവര് ടൂറോ നല്ല മാന്യമായ വസ്ത്രം ധരിച്ച് ഇവര് പോകേണ്ട സ്ഥലത്തൊക്കെ പോവും. ആരെയും കെട്ടിടാനൊന്നും പറഞ്ഞിട്ടില്ല. കിണറ്റിലാണെന്നൊക്കെ കിണറ്റിൽ നിന്ന് കയറി വരുന്ന മോഡലാണ് ഇവര് കയറി വരിക എന്നൊക്കെ പറയുന്നുണ്ട്. ആരെയും അങ്ങനെ ഇത് കാട്ടിയിട്ടില്ല. ഇവിടെ മദർസ് പൂട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് ലീവാണ്. മദർസ് പൂട്ടുമ്പോഴാണ് ഡ്രൈവർമാർ പോകുന്നത്. അപ്പോൾ ഇവരെങ്ങോട്ടാ പോകുന്നത്? ടൂറ് പോവുകയാണ്. ഇത് വേങ്ങര മഞ്ചേരി അങ്ങോട്ടും ഇങ്ങോട്ടല്ല. നീ കറങ്ങുന്ന പോലെ അന്യ പുരുഷന്റെ കൂടെ കറങ്ങുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ അതുപോലെയല്ല. അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങൾ, ദുബായ്, പല രാജ്യങ്ങളും, ഇസ്രായേൽ, തുർക്കി, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കൂടെ ഇവർ കറങ്ങാണ്. പക്ഷെ അവരുടേതായ മാന്യമായ വസ്ത്രം ധരിക്കും. വണ്ടിയിലാ പോകുന്ന വെച്ചാൽ ആ സമയമായ നിർത്തും. അതിൽ 5 ലിറ്ററിന്റെ 10 ലിറ്ററിന്റെ ഒക്കെ വെള്ള ക്യാനുണ്ടാവും. ഒതു കൊടുക്കും, നിസ്കരിക്കും. ഏത് ചൂടാണെങ്കിലും മുസല്ല വിരിക്കും. ആ വക്ത് കളാതെ അവർ നിസ്കരിക്കും. ഏത് ചൂടത്തുനിന്നാലും ഇവിടുത്തെ പെണ്ണുങ്ങൾ നിസ്കരിക്കും. ഏത് മാളിലോട്ട് എന്തിനു പോവുകയാണെങ്കിലും അവിടെ മുസല്ല വിരിച്ച് ഇവർ നിസ്കരിക്കും. ബാങ്ക് വിളിച്ചാൽ ഇവർ നിസ്കരിക്കും. ഇതൊക്കെയാണ് മോൾക്കുള്ള ബുദ്ധിമുട്ട്. മോള് ചെറുപ്പം തൊട്ട് ഇത്രയും പ്രായം വരെ കറങ്ങിയില്ലേ, അതിൻ്റെതൊക്കെ ഇവർ 2 മാസം കൊണ്ട് കറങ്ങി തീർത്തു പോരുന്നതാണ്. ആരെയും കെട്ടിടാനോ അടച്ചിടാനോ കിണറ്റിലിടാനോ ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം നല്ല കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. വാളെടുക്കാനും പഠിപ്പിക്കുന്നില്ല. മോൾക്കിപ്പോ അതിനൊന്ന് അയഞ്ഞു കിട്ടണം. തല മറക്കാതെ നടക്കണം. അപ്പൊ ആരെയും ചോദിച്ചാലോ, എന്താ ഒരു മുസ്ലിം അല്ലേ, തല മറച്ചൂടെ? അപ്പൊ എനിക്ക് മറുപടിയും പറയാം, എനിക്ക് ആ പഠിപ്പിനോട് യോജിപ്പില്ല. അതിലെ ഡയലോഗൊക്കെയാണ്. ഇത് ആരെ സുഖിപ്പിക്കാനാണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ നല്ല ഡ്രസ്സ് ധരിക്കണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മോൾക്ക്, ഒരു ചൊറിച്ചിലാണ്. നല്ല ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ ഒരു ചൊറിച്ചിൽ വരികയാണ്. അപ്പൊ അതാണ് മോൾക്കുള്ള ദേഷ്യം. അത് തലമറക്കണം. ആലോചിച്ചുകൂടാ. തലമറക്കാരന അത് ആലോചിച്ചുകൂടാ. പിന്നെ പല കാര്യങ്ങളും മോൾക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൂടാ. ഒരൊറ്റ റുപ്യ മറ്റുള്ള സഹായിക്കാൻ കഴിയില്ല. അത് ആലോചിക്കാൻ വയ്യ മോൾക്ക്. ഇതാണ് മോളെ പ്രശ്നം. എൻ്റെ ഇതിലാറെ നമ്മളറിഞ്ഞാലോ മതേതര രാജ്യമാണ്. ഇത് സൗദി അറേബ്യയാണ്. ഇവിടെ ഉള്ളവർ കറങ്ങുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ മാന്യമായ ഡ്രസ്സേ ധരിക്കും. മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് അവർ കറങ്ങുള്ളൂ. ആ സമയമായ നിസ്കരിക്കും, ആ നോമ്പെടുക്കും, സുന്നത്തുകൾ എടുക്കും. ഇതൊക്കെ ചെയ്തേ ഇവർ മുന്നോട്ട് പോകുള്ളൂ. അതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെത്. മോള് വളർന്ന മോൾക്ക് ഇന്ത്യയിലും കേരളത്തിലൊക്കെ എന്തും പറയാം. അതൊരു മതേതര രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് എന്തും പറയാം. ഞാൻ ന്യായീകരിക്കല്ല. മോൾക്ക് പഠിച്ചത് ദേഷ്യം വന്നു,
എന്ന് പറഞ്ഞപ്പോഴേ തല മറക്കേണ്ട മോൾക്ക് ദേഷ്യമാണ്, മറ്റവനെ സഹായിക്കേണ്ടത് ദേഷ്യമാണ്, വയസ്സിൽ മൂത്തവരെ വന്ന് കയറി വരുമ്പോൾ എണീക്കേണ്ട ദേഷ്യമാണ്. അത് സ്വന്തം ഉപ്പായാലും ഒന്ന് എണീക്കണമല്ലോ. മോൾക്ക് ദേഷ്യമാണ്. നല്ല ഡ്രസ്സ് ധരിക്കാൻ ആ ദേഷ്യമാണ്. അയൽവാസി പട്ടിണി അടക്കുമ്പോൾ ഇവിടെ ബിരിയാണി വെച്ച് കഴിക്കണം മോക്ക്, അതാണ് ഇഷ്ടം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്ന് സ്വതക്ക് കൊടുക്കണം. ഇല്ല മുതലിനും സ്വതക്ക് കൊടുക്കണം. അതിനൊരളവും കാര്യങ്ങൾ അതൊക്കെ മോൾക്ക് ദേഷ്യമാണ്. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ മോളെ കിണറ്റിൽ കെട്ടിടാനൊന്നും പറഞ്ഞിട്ടില്ല, അതുപോലെയൊന്നും ആരുമില്ല. അങ്ങനെ കെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബം ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാനുള്ള പൈസയും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നെ കൊണ്ട് കൈ ഒന്നിച്ചാൽ ഒന്ന് സഹായിക്കുക. പിന്നെ മലന്ന് കടന്ന് ഒരിക്കലും തുപ്പരുത്. ഓക്കെ.